ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ കൈൻഡ് ഓഫ് ഒരു വീഡിയോ അല്ല, ബട്ട് കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിൽ UK വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് 100% കറക്റ്റ് അല്ല. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടേക്ക് ഓൾറെഡി ഫീസ് കൊടുത്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒരു പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ അക്കോമഡേഷനാണ് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 200ഓളം സ്ഥലത്ത് 20,000-ഓളം പ്രോപ്പർട്ടി അവർക്കുണ്ട്. UK മാത്രമല്ല, USA, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ ഫോട്ടോസ് കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് ഷോർട്ട് ടൈം എടുക്കാം, ലോങ് ടൈം എടുക്കാം. അപ്പം നിങ്ങൾക്ക് യാതൊരുവിധ ഹാസിൽസും ഇല്ലാതെ നിങ്ങൾക്കൊരു പ്രോപ്പർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ, അതായത് യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് കയറി നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്ന വരെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുക്കും, എൻ്റെ ബയോയിലോ അല്ലെങ്കിൽ ലിങ്കിലുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ബയോയിലുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പം നിങ്ങൾ ഓൾറെഡി ഫീസ് കൊടുത്ത് UK വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അക്കോമഡേഷൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ദാറ്റ്. അപ്പം കമ്മിങ് ടു ദ പോയിൻറ്റ്, സ്റ്റുഡൻറ്റ് വിസയിൽ UK ഇനി വരുന്നത് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ബട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നൊരു വാസ്തവം ഉള്ളതുകൊണ്ട് ഈ വീഡിയോയും എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പം. കാരണം ഇപ്പോൾ എല്ലാവരും ഷെയർഡ് അക്കോമഡേഷൻസ് കാര്യങ്ങളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ വരുന്ന അക്കോമഡേഷൻസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം യു വുഡ് ബി ഡെഫിനറ്റ്ലി സ്കാംഡ്. അപ്പം അതിന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇത് ഉപയോഗിക്കാം. പിന്നെ കമ്മിങ് ടു സ്റ്റുഡൻറ്റ് വിസ, ആദ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏജൻസീസ് നിങ്ങളോട് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് എന്ത് കാര്യങ്ങളാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്കിവിടെ പാർട്ട് ടൈം ജോലിക്ക് ഭയങ്കരമായ ലഭ്യതയുണ്ട്. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ 20 മണിക്കൂർ നിങ്ങൾക്ക് ലീഗലി വർക്ക് ചെയ്യാം. ബാക്കി എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിച്ച് വർക്ക് ചെയ്യാം. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ലോൺ എടുത്താണ് വരുന്നതെങ്കിൽ ആ ലോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുഷ്പം പോലെ നിങ്ങൾക്ക് ഇവിടുന്ന് പൈസ ഉണ്ടാക്കി അടയ്ക്കാം. പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം, പഠിക്കാം. പഠിത്തമൊക്കെ വളരെ ഈസിയാണ്. പഠിച്ച് കഴിഞ്ഞാൽ PSW കിട്ടും. അതുകൊണ്ട് 2 വർഷം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് പൊതുവെയുള്ള ഏജൻസീസ് പറയുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ തുടങ്ങിയിട്ടുണ്ട് സ്കോളർഷിപ്പ്. 2,000 പൗണ്ട് 3,000 പൗണ്ട് സ്കോളർഷിപ്പ്. അതായത് നമ്മുടെ നാട്ടിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ സ്കോളർഷിപ്പ്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് വരാം. എന്താണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ UK വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് പഠിച്ചിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ നല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ വരിക, പഠിക്കുക, തിരിച്ചു പോകുക. യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളില്ല. നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതല്ല, നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, UK നിന്ന് പോകണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ട കാര്യം, ചെറിയ തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്ത് വരാതെ ഇവിടെ റെലവൻറ്റ് സ്കിൽ, അതായത് ഇവിടെ ജോലി ഷോർട്ടേജ് ഉള്ള സ്കിൽ ലിസ്റ്റ് നമ്മുടെ ഈ gov.uk എന്ന വെബ്സൈറ്റിൽ പോയിട്ട് സ്കിൽസ് ഓൺ ഡിമാൻഡ് എന്ന് ചുമ്മാ അടിച്ചു കൊടുത്താൽ തന്നെ ഏതൊക്കെ ജോലികൾക്കാണ് ഇവിടെ ഒഴിവുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികൾ പഠിക്കുവാണെങ്കിൽ, അല്ല കോഴ്സുകൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വളരെ ഈസി ആയിരിക്കും. കാരണം പഠിച്ചു കഴിഞ്ഞാൽ PSW എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു വിസയിലേക്ക് മാറാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നല്ല, ഇവിടെ തട്ടുകൂട്ട് പരിപാടികൾ കാണിച്ച് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്. ലോക്കൽസിനെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഊടായ്പ കല്യാണങ്ങൾ, അങ്ങനെ ഒത്തിരിയും തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിലെല്ലാം അതൊന്നും ശാശ്വതമല്ല. അപ്പം മെഡിക്കൽ സൈഡ്, അതായത് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ്, ഇതൊക്കെ സാധ്യതയുള്ള മേഖലകളാണ്. ഇവിടെ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതാണ്. നിങ്ങൾക്ക് വിസ NHS ആയതുകൊണ്ട് തന്നെ വിസ കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ്. പിന്നെ നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ gov.uk നോക്കിയിട്ട് എടുക്കുക. MBA, BBA അങ്ങനത്തെ കോഴ്സുകൾ നിങ്ങൾ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏജൻറ്റിന് പൈസ കൊടുത്ത് അവരെ പണക്കാരാക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട്
ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫോർ യു. പഠിച്ചിട്ട് ഇവിടെ നിൽക്കാനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്യം ചെയ്യുന്നത്, ഇവിടെ ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്ന, അതായത് നമ്മുടെ നാട്ടിലെ തുണിക്കടകളിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന പോലെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന എമൗണ്ടാണ് നാട്ടിൽ നമ്മുടെ ഏജൻസീസ് ഓക്കെ അവർ സ്കോളർഷിപ്പ് തരുന്നു. ഇവിടെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 50-80% അല്ലെങ്കിൽ 100%. ഇപ്പോൾ തന്നെ നഴ്സിങ്ങിന് വെയിൽസിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അത്ര എമൗണ്ടാണ് വരുന്നത്, അല്ലാതെ 2000-3000 പൗണ്ട് അല്ല. അത് 2 ലക്ഷം 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറും ഡിസ്കൗണ്ട് കൊടുക്കുന്ന പ്രൈസാണ്. അപ്പം ഇവിടുത്തെ ജോലി സാധ്യതകളെ പറ്റിയും പാർട്ട് ടൈം ജോലി സാധ്യതകളെ പറ്റിയും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ചിലവുകളെ പറ്റിയും പറയാം. ഇപ്പം ഞങ്ങളുടെ ഏരിയ അത്യാവശ്യം ഒരു റിമോട്ട് കൺട്രി സൈഡ് പോലത്തെ ഏരിയയാണ്. അതായത് ലണ്ടനിൽ നിന്നൊരു 4-4.5 മണിക്കൂറുള്ള സ്ഥലമാണ്. അപ്പോൾ ലണ്ടനിലെ എക്സ്പെൻസ് ഇവിടുത്തെ എക്സ്പെൻസിനെക്കാട്ടിലും 4 ഇരട്ടി ആയിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കണം. ഇവിടെ നിങ്ങൾക്ക് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതേ കൂടുതൽ ക്യാഷ് ഇൻ ഹാൻഡോ അങ്ങനത്തെ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. ഹോം ഓഫീസിൻ്റെ ചെക്കിങ് ഭയങ്കര കൂടുതലാണ്. എത്രയോ മലയാളികൾ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ഹോം ഓഫീസിൻ്റെ പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ്, ട്വിറ്റർ, എക്സ്, ഇപ്പോഴത്തെ എക്സ്, ഫേസ്ബുക്ക്, അതിൽ പോയി നോക്കുവാണെങ്കിൽ അവർ തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റുഡൻറ്റ് വർക്ക്ഡ് ഓവർ ടൈം ഡീപ്പോർട്ടഡ്. അപ്പം നമുക്ക് ഡെലിവറി ജോലി ചെയ്യാൻ പറ്റില്ല. പലരും പറയും നമുക്ക് ഡെലിവറി ചെയ്ത് ജീവിക്കാം, ഡെലിവറി ജോലി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ സെൽഫ് എംപ്ലോയിഡ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ 20 മണിക്കൂറേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആഴ്ചയിൽ 20 മണിക്കൂർ, അപ്പം 10+10 നിങ്ങൾക്ക് 10 പൗണ്ട് വെച്ച് കിട്ടിയാലും 20 മണിക്കൂറിന് 200 പൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മാസം നിങ്ങൾക്ക് 800 പൗണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ 800 പൗണ്ടിൽ ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട് ഒരു 300-350 പൗണ്ട് വാടക പോയെന്ന് ഓടിക്കും. ബാക്കിയുള്ളത് 450 പൗണ്ടാണ്. ആ 450 പൗണ്ടിൽ നിങ്ങളുടെ ചിലവ് നടക്കുക എന്നുള്ളതല്ലാതെ നാട്ടിലേക്ക് അയക്കുക അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ നടക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയും ഇവിടെ 2 വർഷം നിന്ന് പോകാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും, പ്രൊവൈഡഡ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടിയാൽ. നിങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന അടുത്ത ആഴ്ച തന്നെ ജോലി കിട്ടുക എന്നുള്ള രീതിയിൽ കയറി വരാതെ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പോടുകൂടി വരിക. ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഇവിടെ ചിലവിനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല ജോലികൾ കണ്ടുപിടിക്കാനും കാര്യങ്ങൾ പറ്റുള്ളൂ. ജോലി കിട്ടാഴുകയില്ല ഇവിടെ. ഫൈൻഡിങ് എ ജോബ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ബട്ട് നല്ല ടഫാണ്. കാരണം സ്റ്റുഡൻസ് ഉള്ളിടത്ത്, യൂണിവേഴ്സിറ്റികളുള്ളിടത്ത് അത്രയും സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ജോലി സാധ്യത വേണം. അതുപോലെ തന്നെ ഇപ്പം മജോറിറ്റി ഓഫ് എംപ്ലോയീസ് നോക്കുന്നത് ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആണ്. കാരണം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 20 hours പെർ വീക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പണി കിട്ടും. അതും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടുത്തെ ബാക്കി ചിലവുകൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ലോൺ എടുത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 800 പൗണ്ട് വെച്ചിട്ട് ഈ 2 വർഷം കൊണ്ട് ഈ പൈസ തിരിച്ചടയ്ക്കുക എന്നുള്ളത് സംവാട്ട് ഇംപ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് ആവും, നമ്മൾ വീട്ടിൽ നിന്നുള്ള പ്രഷർ വരും, നമ്മൾ ഔട്ട് ഓഫ് അവേഴ്സ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കും, അങ്ങനെ പല ടെൻഷനുകളാവും. അപ്പം ഇതറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ PSW എന്ന് പറയുന്നത്, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 വർഷം വിസ കിട്ടും. ഇപ്പം PSW അവർ വീണ്ടും ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം ഡീസൻറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള എല്ലാ കോഴ്സുകളും PSW ഉണ്ട്. അതിന് വെച്ചിരിക്കുന്ന ക്ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള യൂണിവേഴ്സിറ്റി ലെറ്റർ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് PSW അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല PSW അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതാണ്ട് 3000 പൗണ്ട് ചിലവുണ്ട്, അതായത് ഒരു 3 ലക്ഷം രൂപ ചിലവുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ UK നിൽക്കാനുള്ള സാധ്യത പറഞ്ഞാൽ PSWയിലേക്ക് മാറുക എന്നുള്ളതാണ്. PSW മാറിയാലും നിങ്ങൾക്ക് 2 വർഷം ഇവിടെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു വിസ വേണം, അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വേണം. ആ സ്പോൺസർഷിപ്പിന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് 29,000 പൗണ്ടിന് മുകളിലുള്ള ജോലി കിട്ടണം. 29,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ 29 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ജോലി. നമുക്കിവിടെ ബാൻഡ് 5 നേഴ്സിന് സ്റ്റാർട്ടിങ് വരുന്നത് 25 സംതിങ് ആണ് എന്നോർത്തോണം. അപ്പോൾ 29,000 പൗണ്ടിന് മുകളിലുള്ള സാലറിയുള്ള ജോലി വേണം. ഇത് പ്രൊവൈഡഡ് സ്കിൽഡ് ലേബറിനെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് PSW കഴിഞ്ഞിട്ട് നിൽക്കണമെങ്കിൽ വിസ വേണം, സ്പോൺസർഷിപ്പ് വേണം. ഈ സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ UK വരണം, നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നാട്ടിലേക്ക് അയക്കുന്നതിൽ തെറ്റില്ല. അതായത് നമുക്ക് 10,000-20,000 വീട്ടിലേക്കുള്ള ചിലവെന്നല്ലാതെ നമ്മൾ ലോൺ എടുത്ത് വരുവാണെങ്കിൽ അതിൻ്റെ തിരിച്ചടവ് എന്നുള്ളത് നിങ്ങളെ കൊണ്ട് ഏകദേശം നോട്ട് പ്രാക്ടിക്കൽ തന്നെയാണ്. കാരണം നിങ്ങൾ ഇവിടെ ടൈറ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു നരകത്തിൽ കൊണ്ടിട്ട അവസ്ഥയായിപ്പോവും. അപ്പം അത് ഒരു 2 വർഷം നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് വരെയെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കുക. അത്യാവശ്യം 10,000-15,000 നമ്മുടെ സേവിങ്സിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പോലെ അല്ലല്ലോ വലിയ എമൗണ്ട് ബാങ്കിലേക്ക് അടയ്ക്കുന്നത്.
നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഇവിടുത്തെ റെലവൻറ്റ് സ്കിൽ ലിസ്റ്റിലുള്ള കോഴ്സാണെന്ന് ഉറപ്പ് വരുത്തുക. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ PSW കിട്ടാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ വിസയിലേക്ക് മാറാൻ പറ്റും. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റി, നിങ്ങൾ എന്തായാലും പഠിക്കാൻ വരുമോ, അത്യാവശ്യം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റികൾ നോക്കുക. പിന്നെ ഈ സ്കോളർഷിപ്പ് നല്ലതാണ്, നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ കോഴ്സ് എന്താണ്, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഈ റെഫറൻസ് ചോദിക്കുമ്പോൾ ഇവിടെ വന്ന് പഠിച്ച കുട്ടികളിൽ ആ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതയുള്ളത് എന്നുള്ളത്. പിന്നെ ഈ നമ്മൾ പല പോസ്റ്റുകളിലും കാണാറുണ്ട്, ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു അട്രാക്റ്റിംഗ് ഫാക്ടറാണ് UK-ലേക്ക്, അത് നല്ലതെന്ന് പറഞ്ഞില്ല. അതിനകത്ത് കാണുന്ന എല്ലാം സത്യമാണ്. അതിനകത്ത് കാണുന്നത് നമ്മൾ പോയി എൻജോയ് ചെയ്യുന്നത്, നമ്മൾ പോയി അതിൻ്റെ ഫോട്ടോസ് ഇടുന്നത്, നമ്മൾ അടിപൊളി ഡ്രസ്സ് ഇട്ട് നമ്മൾ നല്ല സ്ഥലങ്ങളിൽ പോകുന്നത് എല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ ദാറ്റ്സ് ഓൺലി വൺ സൈഡ് ഓഫ് ദ ലൈഫ്. അതായത് 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം പണിയെടുത്തിട്ട് 8ാമത്തെ ദിവസം ആയിരിക്കും ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഫോട്ടോസ് മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സൈഡ് മാത്രം കാണരുത്, മറ്റേ ഹാർഡ്ഷിപ്പ് എന്നുള്ളൊരു സൈഡോട് കാണുക. UK ഈസ് എ ഗുഡ് പ്ലേസ് ടു ലീവ്. നമുക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുമല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ആരും ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് UK, പ്രൊവൈഡഡ് യു ലീവ് ലീഗലി. അതായത് ലീഗലി ഇല്ലീഗലായിട്ട് എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നമാണ്. ഇപ്പം ഓവർ ടൈം വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യുക തുടങ്ങിയ എന്ത് കാര്യങ്ങൾ വന്നാലും ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾക്ക് പിടി വീഴും, എസ്പെഷ്യലി നമ്മൾ ഇവിടുത്തെ വിസ അല്ലാത്തത് കൊണ്ട്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പലരും പല ഊടായ്പകളുമായിട്ട് വരും, പലതരം വിസകൾ ഓഫർ ചെയ്യും. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു പോംവഴിയോ കാര്യങ്ങളോ അല്ല. അപ്പം ഇത് നിങ്ങളുടെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിൻ്റാണ്. ഇത് 2 വർഷം UK നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇതൊരു വൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇവിടെ. അപ്പോൾ ജീവിതം നിങ്ങൾ ശരിക്കും പഠിക്കും. അപ്പം അത് നഷ്ടമെന്നല്ല ഞാൻ പറയുന്നത്. തിങ്ക് വൈസ്ലി, ചൂസ് വൈസ്ലി. ഊടായ്പകളിൽ ചെന്ന് ചാടാതിരിക്കുക. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട്. പിന്നെ UK-ലെ എല്ലാ സ്ഥലവും ഒരുപോലെ സേഫ് അല്ല. ഇപ്പോൾ ലണ്ടൻ സൈഡിലൊക്കെ ചുമ്മാ ഫോൺ എടുത്ത് വിളിച്ചാൽ ഫോൺ കൊണ്ട് അപ്പം അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി, എല്ലാ സൈഡും മനസ്സിലാക്കി വരും. നിങ്ങളിപ്പോൾ മെൻ്റലി UK-ൽ വരണമെന്ന് മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ലെന്ന് നമ്മളുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ തിങ്ക് അബൌട്ട് ബോത്ത് സൈഡ്സ്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് നിങ്ങൾ കണ്ടുവെക്കുക. കാരണം ഇവിടെ വരുന്ന ഉടനെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി കിട്ടണം. നിങ്ങൾ ഏതെങ്കിലും കെയർ ഹോമിലായിരിക്കും കയറുന്നത്. ആ കെയർ ഹോമിൽ അങ്ങ് നിന്ന് പോകാം എന്നുള്ള രീതി ചിന്തിക്കരുത്. കാരണം ഇപ്പോഴത്തെ കെയർ ഹോം വിസാസ് കാര്യങ്ങളൊക്കെ റൂൾസ് ചേഞ്ച് ആകുന്നുണ്ട്. നിങ്ങൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ആ കോഴ്സിനുള്ള സാധ്യതകൾ എന്താണ്, ആ കോഴ്സിന് എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് അതിന് റെലവൻസ് വരാൻ പോകുന്നത്, അതുപോലെ ഇപ്പോഴത്തെ വിസ ചേഞ്ചസ് എന്താണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സ്കീമാണ്, അതിന് ലോക്കൽ എക്സ്പെൻസസ് എന്താവുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സ്ഥലങ്ങളിലുള്ള എക്സ്പെൻസസ് എന്താണ്. കാരണം എക്സ്പെൻസ് ഇവിടെ നമ്മളെല്ലാവരും നാട്ടിൽ പറയുന്നൊരു കൊളോക്കിയൽ ടോക്കാണ്, നിങ്ങൾ ഈ പൗണ്ടിലല്ലേ വാങ്ങിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇവിടെ ചിലവും പൗണ്ടിലാണ്, ചിലവ് രൂപയിലല്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് വരും. സോ ചൂസ് വൈസ്ലി. മെഡിക്കൽ ഫീൽഡ് എപ്പോഴും ഒരു നല്ല ഓപ്ഷനാണ്. മെഡിക്കൽ സൈഡ് നേഴ്സിങ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് തുടങ്ങിയത് എപ്പോഴും ഒരു നല്ല ഓപ്ഷനാണ്. എൻജിനീയറിങ്ങിൻ്റെ ചില കാര്യങ്ങൾ ലൈക്ക് പ്രൊജക്ട് പ്ലാനിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. IT ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ബട്ട് തിങ്ക് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ഡോണ്ട് ഫോൾ ഫോർ ഗിമിക്സ്. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് ഒരു ദിവസമേ ക്ലാസ് ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും പണിയെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ എല്ലാത്തിനും ചിലവുണ്ട്. ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചിലവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് മാത്രമല്ല, ഇതെല്ലാം അറിയാവുന്നവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ലൈഫിലൊരു മേജർ ഡിസിഷനാണ്. ഈ ഒരു ഡിസിഷൻ കാരണം നിങ്ങൾ ഫിനാൻഷ്യലി ബേർഡനിലേക്ക് പോകാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാനും പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ടേക്ക് ദ ഡിസിഷൻ. അപ്പം തിങ്ക് വൈസ്ലി, ചൂസ് വൈസ്ലി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. സീ യു സൂൺ. ബൈ.